തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മലിനസമാക്കി ലൂസിഫർ തന്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ലൂസിഫർ എന്ന പദം ഇന്ന് ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെട്ട പദമാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും സിനിമകളിലും ആളുകൾ ഇതിനെ ഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. എന്നാൽ ആരാണ് ലൂസിഫർ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ അരുമ സൃഷ്ടിയായിരുന്നു ലൂസിഫർ, ദൂതനായിരുന്നു. ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ. ഇങ്ങനെയാണ് ലൂസിഫറിനെ അറിയപ്പെടുന്നത്. എന്നാൽ ഒരു ദിവസം അവന്റെ ഹൃദയത്തിൽ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ അവൻ മലിനസമാക്കി. ഇവൻ തിരഞ്ഞെടുത്തത് ദൈവത്തെക്കാൾ വലുതാകണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതി നിമിത്തം ഇവന്റെ ഹൃദയത്തിൽ വന്ന ഈ നെഗറ്റീവ് വശം തിരിച്ചറിഞ്ഞ ദൈവം ഇവനെ പാതാളത്തിലേക്ക് തള്ളിയിടുകയാണ്. ഈ തള്ളിയിടലാണ് ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വന്നത്. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ അരുമ സൃഷ്ടിയായ മറ്റൊരു സൃഷ്ടിയായ മനുഷ്യരെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ വേണ്ടി ഈ ലൂസിഫർ തൻ്റെതായ യജ്ഞം തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യൻ മുഴുവനും പാപത്തിന് അടിമയായി തീരുവാൻ ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങി വരുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനും ലഭിച്ചതുകൊണ്ട് നീ തിരഞ്ഞെടുക്കേണ്ടത് ലൂസിഫറിന്റെ സ്വാതന്ത്ര്യമല്ല, പകരം ദൈവത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മുഴുവനും തിന്മയല്ല, നന്മ മാത്രമാണ്. എന്നാൽ ലൂസിഫറിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തിന്മ മാത്രമാണ്.